ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂസ് ശോഭ, ബാസാർ റോഡ്, പുതുക്കാട്. അടിപ്പാത നിർമ്മാണം ആരംഭിച്ച ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ വാഹനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതിയാകുന്നില്ല. പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയാൻ സംവിധാനമില്ലാത്തത് ആദ്യ ദിവസം മുതൽ തലവേദനയാണ്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം യു ടേൺ തിരിഞ്ഞാണ് ഇവർ ആമ്പല്ലൂരിലെത്തുന്നത്. പുതുക്കാട് നിന്നും 1.5 കിലോമീറ്റർ ദൂരം കടന്ന വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയേണ്ടവർ ഇരട്ടി വഴിയാണിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ വാഹനങ്ങൾ ടോൾ ബൂത്തിന് മുന്നിലെ തിരക്കിൽപ്പെട്ടാൽ പിന്നെയും യാത്രാ ദുരിതം ഇരട്ടിയാവും. ആമ്പല്ലൂർ ജംഗ്ഷനോട് ചേർന്ന് യു ടേൺ തിരിയാൻ സൗകര്യമൊരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സർവീസ് റോഡുകളുടെ പണി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ അടിപ്പാതയ്ക്കായി ഒരു പില്ലർ കുഴിക്കുന്നതിനുള്ള കുഴിയെടുക്കലാണ് നടക്കുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മറുവശത്തുകൂടി കുഴിയെടുത്താൽ ഇരുവശത്തേക്കുള്ള വാഹന ഗതാഗതവും ദുരിതപൂർണമാകും. മുന്നൊരുക്കങ്ങൾ നടത്താതെ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂരിൽ പൊടിശല്യവും രൂക്ഷമാണ്. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി പറയുന്ന സമയപരിധി 10 മാസമാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 1 വർഷത്തോളം ആമ്പല്ലൂർ പ്രദേശവാസികളെ കാത്തിരിക്കുന്നത് വലിയ യാത്രാ ദുരിതമായിരിക്കും. പുതുക്കാടിനെ പട്ടിന്റെ ശോഭയേക്കാൾ ന്യൂസ് ശോഭയൊരുക്കുന്നു. പുതുപുത്തൻ ഡ്രസ്സുകളുടെയും സിൽക്ക് സാരികളുടെയും കമനീയമായ ശേഖരം. 8 പതിറ്റാണ്ടിന്റെ വസ്ത്രവിപണന രംഗത്തെ അനുഭവ സമ്പത്തും വിശ്വസ്തതയും നേടിയെടുത്ത പുതുക്കാട് ബാസാർ റോഡിലെ പുതിയ ന്യൂസ് ഷോപ്പിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗം. ഫാൻസി സാരീസ്, ചുരിദാർ, കിഡ്സ് വെയർ, ലേഡീസ്, ജെന്റ്സ് വെയേഴ്സുകൾക്ക് പുറമെ മികച്ച മെറ്റീരിയൽ കളക്ഷനുകളും. ഈ ഫാഷൻ പ്രപഞ്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂസ് ശോഭ, ബാസാർ റോഡ്, പുതുക്കാട്.